ഒരു നാടിന്റെ ഭാവിയെ മാറ്റിമറിച്ചുകൊണ്ട് കൂറ്റൻ മേൽപ്പാലങ്ങളും 6 വരിപ്പാതകളും അതിവേഗം ഒരുങ്ങുകയാണ്. കൊല്ലം ജില്ലയിലെ കണ്ണറ്റിപ്പാലം മുതൽ കായംകുളത്തിന്റെ അതിർത്തിയായ കൃഷ്ണപുരം വരെ. നമസ്കാരം സുഹൃത്തുക്കളെ, മലബാർ മൈൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഗതാഗത ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ദേശീയപാത 66ന്റെ മറ്റൊരു നിർണായക റൂട്ട് അപ്ഡേറ്റ് വീഡിയോയുമായാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ കണ്ണറ്റി പാലത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ പഴയ കണ്ണറ്റി പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് സമാന്തരമായി പുതിയ 6 വരി പാലത്തിന്റെ വലിയ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുന്നത് കാണാം. പണ്ടുകാലത്ത് റോഡ് മാർഗം ഇല്ലാതിരുന്നപ്പോൾ തിരുവിതാംകൂറിലെ പ്രധാന ചരക്കുനീക്കം നടന്നിരുന്നത് ഈ കണ്ണറ്റി കായലിലൂടെയായിരുന്നു. പ്രശസ്തമായ ടി.എസ്. കനാലിന്റെ ഭാഗമാണിത്. കായംകുളം കായലിനെ അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്ന ഈ ജലപാതയിലൂടെ പണ്ട് വലിയ കെട്ടുവള്ളങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് ചരക്കുകൾ എത്തിച്ചിരുന്നത്. ചരിത്രമുറങ്ങുന്ന ഈ കായലിന് മുകളിലൂടെയാണ് KNR കൺസ്ട്രക്ഷൻസ് ഇപ്പോൾ അത്യാധുനിക 6 വരി പാലം പണിയുന്നത്. നമ്മൾ പാലം പിന്നിട്ടിപ്പോൾ പഴയ ജലപാതയ്ക്ക് മുകളിലൂടെയുള്ള പുതിയ കരമാർഗത്തിലേക്ക്, അതായത് കന്യാകുമാരി ദേശീയപാതയിലേക്ക് കടക്കുകയാണ്. ഇതാണ് പ്രശസ്തമായ ലാലാജി ജംഗ്ഷൻ. നമ്മളിപ്പോൾ ഔദ്യോഗികമായി കരുനാഗപ്പള്ളി നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് കടുത്ത ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടിയിരുന്ന ഈ ടൗണിനെ പൂർണ്ണമായി മാറ്റാൻ പോകുന്ന പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം ദാ മുന്നിൽ കാണാം. ഇടതുവശത്തേക്ക് നോക്കിയാൽ കാണാം, തൂണുകൾക്ക് മുകളിൽ സ്ഥാപിക്കാനായി കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഭീമാകാരമായ പ്രീകാസ്റ്റ് ഗിർഡറുകൾ. ഇവിടെ തദ്ദേശീയമായി നിർമ്മിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബീമുകൾ വരും ദിവസങ്ങളിൽ വലിയ ഹൈഡ്രോളിക് ക്രെയിനുകൾ ഉപയോഗിച്ച് തൂണുകൾക്ക് മുകളിലേക്ക് ഉയർത്തും. ഇത് ലോഞ്ച് ചെയ്യുന്നതോടെ ടൗണിലെ കുരുക്കുകൾ പഴങ്കഥയാകും. 10ാം നൂറ്റാണ്ടിൽ ആയി രാജവംശത്തിന്റെ കീഴിലായിരുന്ന ഈ പ്രദേശത്തിന് വലിയൊരു ബുദ്ധമത പാരമ്പര്യവും വാണിജ്യ ചരിത്രവുമുണ്ട്. കരുനാഗപ്പള്ളിയിലെ പള്ളി എന്ന വാക്ക് തന്നെ പണ്ടത്തെ ബുദ്ധവിഹാരങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി ടൗൺ അതിർത്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൂട്ടിലെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മേൽപ്പാലമാണ്. മുൻപ് കിലോമീറ്ററുകളോളം നീളുന്ന കടുത്ത ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടിയിരുന്ന ഈ നഗരത്തിന് മുകളിലൂടെ ഏകദേശം 1.2 കിലോമീറ്റർ മുതൽ 1.5 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത്. വലതുവശത്ത് ചില തൂണുകളുടെ പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പണി പൂർത്തിയായ പാലത്തിന്റെ ഒരു ഭാഗം ദാ കാണാം. നമ്മളിപ്പോൾ പോകുന്നത് പുതിയതായി നിർമ്മിച്ച സർവീസ് റോഡിലൂടെയാണ്. നമ്മളിപ്പോൾ പട നോർത്ത് ജംഗ്ഷനിലാണ്. പണ്ട് കായംകുളം രാജാവും തിരുവിതാംകൂറും തമ്മിൽ യുദ്ധം നടന്ന ചരിത്രഭൂമി. പാലത്തിനടിയിൽ കൂറ്റൻ ഹൈഡ്രോളിക് ക്രെയിനുകൾ ഉപയോഗിച്ച് പണികൾ നടക്കുന്നത് കാണാം. തുന്ന വെയിലിനെ പോലും അവഗണിച്ച് തൊഴിലാളികൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ പണിയെടുക്കുന്നത് കാണാം. പാലത്തിനടിയിൽ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് തൂണുകളുടെ ബലപ്പെടുത്തൽ ജോലികൾ നടക്കുകയാണ്. മുകൾ ഭാഗത്ത് ബീമുകൾ സ്ഥാപിച്ച തൂണുകളുടെ ബാക്കി ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. പാലത്തിന്റെ ഈ ഭാഗത്തെ പണികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. തൂണുകൾ റെഡിയാണെങ്കിലും അതിന്റെ ബേസ് വർക്കുകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. വലതുവശത്തേക്ക് തിരിയുന്നതാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. ഈ റോഡ് വികസനം പൂർണ്ണമായി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC സ്റ്റാൻഡിലേക്കുമുള്ള കണക്ടിവിറ്റി വളരെ സ്മൂത്ത് ആകും. ഈ യാത്ര തരുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ചോളൂ. പഴയ നാഷണൽ ഹൈവേയുടെ പല ഭാഗങ്ങളും മാറ്റമില്ലാതെ കിടക്കുകയാണ്. എങ്കിലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നത്. പുതിയ ഹൈവേയുടെ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കാൻ NHAI ഇപ്പോൾ ഈ റൂട്ടിൽ പ്രത്യേക ജിയോടെക്നിക്കൽ സ്റ്റഡികളും മണ്ണ് പരിശോധനകളും നടത്തിയാണ് ബാക്കി ഫിനിഷിംഗ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇടതുവശത്തായി പഴയകാലത്തെ പ്രശസ്തമായ ഷെയ്ഖ് മസ്ജിദ് കാണാം. ചരിത്രവും വികസനവും ഒരുപോലെ തോളോടുതോൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണിത്. ഇവിടെ പഴയ NH പൂർണ്ണമായി മാറ്റി പുതിയൊരു നിർമ്മാണം നടക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ വരുന്നത് തൂണുകളിലുള്ള പാലമല്ല, മറിച്ച് ഇരുവശത്തും കോൺക്രീറ്റ് പാനലുകൾ വെച്ച് ഉള്ളിൽ മണ്ണ് നിറച്ചുയർത്തുന്ന RE വാൾ, റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ സാങ്കേതിക വിദ്യയാണ്. ഇത് ഒരു കൃത്രിമ മതിൽ പോലെ റോഡിനെ ഉയർത്തി നിർത്തും. മുന്നിൽ കാണുന്നത് ഒരു വലിയ വെഹിക്കുലർ അണ്ടർപാസ് VUP ആണ്. പ്രാദേശിക വാഹനങ്ങൾക്ക് ഹൈവേ മുറിച്ചു കടക്കാൻ വേണ്ടിയാണ് ഈ പുതിയകാവ് അണ്ടർപാസ്. കൂടാതെ വരും ദിവസങ്ങളിൽ ഇവിടെ സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റുകളും ഹൈവേ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ HTMS ഭാഗമായുള്ള അത്യാധുനിക CCTV ക്യാമറകളും സ്ഥാപിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പുതിയകാവ് ജംഗ്ഷൻ പാസ് ചെയ്തുകൊണ്ട് കരുനാഗപ്പള്ളി ടൗൺ ലിമിറ്റിനോട് വിട പറയുകയാണ്. പുത്തൻതെരു മുതൽ വവ്വാക്കാവ് വരെയുള്ള 2.1 കിലോമീറ്റർ ദൂരം പുതിയ 6 വരിപ്പാതയായി അതിവേഗം മാറുകയാണ്. പണ്ട് ഇടുങ്ങിയ റോഡിലൂടെ ഈ ദൂരം സഞ്ചരിക്കാൻ 10 മിനിറ്റിലധികം എടുത്തിരുന്നെങ്കിൽ ഭാവിയിൽ വെറും 2 മിനിറ്റ് കൊണ്ട് ഈ സ്ട്രെച്ച് മറികടക്കാം. പുതിയ 6 വരിപ്പാതയുടെ പല ഘട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ഭാഗങ്ങളിൽ റോഡ് പൂർണ്ണമായി റീടാർ ചെയ്ത് ലെവലാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് ചിലയിടങ്ങളിൽ ഇനിയും ഒരു ലെയർ ഡെൻസ് ബിറ്റുമിനസ് മാക്കഡാം കൂടി വരാനുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ പണ്ട് തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ തങ്ങളുടെ സൈന്യത്തെയും ചരക്കുകളെയും വടക്കൻ അതിർത്തികളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ രാജപാതയുടെ കിങ്സ് ഹൈവേ പ്രധാന റൂട്ടുകളിൽ ഒന്നായിരുന്നു ഈ കാണുന്ന വഴി. വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു ട്രാഫിക്കുള്ള ഹൈവേയിലൂടെ വാഹനങ്ങളെ സുരക്ഷിതമായി കടത്തിവിട്ടുകൊണ്ട് സമാന്തരമായി ഈ മെഗാ ഹൈവേ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയൊരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയാണ്. ഇരുവശത്തും ഡ്രെയിനേജ് സംവിധാനങ്ങളും തദ്ദേശീയർക്ക് യാത്ര ചെയ്യാൻ സർവീസ് റോഡുകളും ഒരേ സമയം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഹൈവേ അതോറിറ്റി ഇവിടെ മുന്നോട്ടു പോകുന്നത്. ഇവിടെ പുതിയ മെയിൻ ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ ഇരുവശത്തു നിന്നുമുള്ള ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് വാഹനങ്ങൾ ഒരൊറ്റ സർവീസ് റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് അല്പം സ്ലോയാണ്. നമ്മളിപ്പോൾ ചങ്ങൻകുളങ്ങര പരിസരം പിന്നിട്ടുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ഓച്ചിറയുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വശങ്ങളിൽ ഡിവൈഡറുകൾ ഇല്ലാത്തതുകൊണ്ട് ഇരുവശത്തേക്കുമുള്ള ഹെവി വാഹനങ്ങൾ ഒരേ റോഡിലാണ് വരുന്നത്. റോഡിന് നടുവിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് പണികൾ നടക്കുകയാണ്. ഇത് പുതിയ ഓച്ചിറ ടോൾ പ്ലാസയുടെ നിർമ്മാണമാണ്. കായംകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾക്കായുള്ള ടോൾ ബൂത്തുകളാണ് ഇടതുവശത്ത് ഒരുങ്ങുന്നത്. അതുപോലെ വലതുവശത്തേക്ക് നോക്കിയാൽ കാണാം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കായുള്ള ടോൾ പ്ലാസയുടെ ജോലികളും സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം 1/2 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ വലിയ ടോൾ പ്ലാസ സമുച്ചയവും അതിന്റെ അനുബന്ധ ട്രാക്കുകളും ഇവിടെ നിർമ്മിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഓച്ചിറ ലിങ്ക് റോഡിലേക്ക് ഓച്ചിറ ടെമ്പിൾ റോഡ് പ്രവേശിക്കുകയാണ്. മെയിൻ ഹൈവേയിൽ പണി നടക്കുന്നതിനാലാണ് ഗതാഗതം ഈ ടൗൺ റോഡിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇടതുവശത്തായി കാണുന്നതാണ് പ്രശസ്തമായ ഓച്ചിറ ജുമാ മസ്ജിദ് അഥവാ ഓച്ചിറ മുസ്ലിം ജമാഅത്ത് പള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ പള്ളി പ്രകൃതി ഭംഗിയുള്ള ഇവിടത്തെ പടനിലത്തോട് ചേർന്ന് മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു അടയാളമായി നിലകൊള്ളുന്നു. അതിന് തൊട്ടടുത്തായി പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രവും കാണാം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ മണ്ണ് മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു പ്രതീകമാണ്. ഇവിടെ ക്ഷേത്രത്തിന് കെട്ടിടങ്ങളോ ശ്രീകോവിലോ ഇല്ല, പകരം വലിയ ആൽത്തറകളാണുള്ളത്. കായംകുളം രാജാവും തിരുവിതാംകൂർ സൈന്യവും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന ഓച്ചിറ പടനിലം ഇതിന് തൊട്ടടുത്താണ്. അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മിഥുനമാസത്തിൽ ഇവിടെ ഓച്ചിറക്കളി നടക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ വഴി പോകുന്ന യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പുണ്യഭൂമി.
ഈ പുതിയ വീതിയുള്ള റോഡ് കാണുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ഇതിനായി വഴിയോരത്ത് തണൽ വിരിച്ചു നിന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ മരങ്ങളാണ് മുറിച്ചുമാറ്റപ്പെട്ടത്. എങ്കിലും വികസനം പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ തിരുവനന്തപുരം കൊച്ചി യാത്രാസമയം വെറും 3.5 മണിക്കൂറായി ചുരുങ്ങും. ഇത് ദിവസേനയുള്ള യാത്രക്കാർക്കും പ്രവാസികൾക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും. നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ കൃഷ്ണപുരത്ത് എത്തിക്കഴിഞ്ഞു. ഇടതുവശത്തായി കാണുന്നതാണ് ലോകപ്രശസ്ത കാർട്ടൂണിസ്റ്റ് KS ശങ്കറിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ശങ്കേഴ്സ് മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം. കായംകുളം നഗരസഭയുടെ കീഴിലുള്ള ഈ സാംസ്കാരിക കേന്ദ്രത്തിന് മുന്നിൽ വെച്ച് നമ്മുടെ ഈ യാത്രയുടെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ കുരുക്കുകളിലൊന്നായ കായംകുളം ടൗൺ ആണ്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിനും നിങ്ങളുടെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കൂടുതൽ നമ്മുടെ നാടിൻ്റെ ഈ വലിയ വികസന കാഴ്ചകൾ പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കായംകുളം ടൗണിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.